ഓം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം 3 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ആ, ഉ, ഉം. അന്നേരം ആ എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. ഉ എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയും, മ എന്ന് പറയുന്നത് ഓം ഉച്ചരിക്കുന്ന വ്യക്തിയുമാണ്. അന്നേരം ഓം ഉച്ചാരണത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ തുടങ്ങിയത്. ഓമിൻ്റെ ആ ഒരു ശബ്ദ തരംഗങ്ങളിലൂടെയാണ് ഈ സൃഷ്ടിയുടെ ആരംഭം. ഇനി ആ ഓം തന്നെയാണ് ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനവും. ആ ഓമിൻ്റെ തന്നെ പല പല അതിൽ ഓമിൽ നിന്ന് വരുന്നതാണ് മറ്റ് പല ശബ്ദങ്ങളും. സപ്തസ്വരങ്ങൾ വരുന്നതും ഓമിൽ നിന്നാണ്. എല്ലാവിധ സൃഷ്ടിയെക്കുറിച്ചുള്ള വേദ ഉപനിഷത്ത് ജ്ഞാനങ്ങളും എല്ലാം വരുന്നത് അതിൽ നിന്നാണ്. ഓംകാരം എന്ന് പറയുന്നത് പ്രണവ മന്ത്രമാണ്. പക്ഷെ ഹരേ കൃഷ്ണ മന്ത്രത്തിൽ പ്രത്യേകിച്ച് ഓമിൻ്റെ ആവശ്യമില്ല. കാരണം അതിൽ രാധയുമുണ്ട്, കൃഷ്ണനുമുണ്ട്. രാധ എന്ന് പറയുന്നത് പരമശക്തിയാണ്. എല്ലാം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തി. നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും അതിൻ്റെ തുടക്കത്തിൽ ഓമുണ്ട്. എന്തുകൊണ്ട്? രാധാകൃഷ്ണ ആരാധന ഇല്ലാതെ ഏത് മന്ത്രവും നിഷ്ഫലമാണ്. ആ മന്ത്രം പ്രവർത്തിക്കത്തില്ല. ഏത് മന്ത്രം പ്രവർത്തിക്കണമെങ്കിലും രാധാകൃഷ്ണന്റെ തൃപ്പാദങ്ങളെ സ്മരിക്കാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള യോഗ്യത എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഓമെന്നെങ്കിലും ഉച്ചരിക്കൂ എന്ന് പറയുന്നത്. നമ്മൾ ഏത് മന്ത്രം ജപിച്ചാലും, പഞ്ചാക്ഷരി ആണെങ്കിലും ദ്വാദശാക്ഷരി ആണെങ്കിലും ഏത് മന്ത്രം ഉച്ചരിച്ചാലും അതിൻ്റെ മുമ്പിൽ ഓം ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഓം ചേർത്തിട്ടുണ്ട്? കാരണം രാധാകൃഷ്ണനെ ആരാധിച്ചിട്ട് മന്ത്രം ജപിച്ചാലേ ഏത് മന്ത്രവും ഫലിക്കത്തുള്ളൂ.